കൊട്ടിക്കലാശത്തിന് നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ ആവേശക്കാഴ്ചയൊരുക്കിയുള്ള പ്രചാരണ സമാപനമുണ്ടാകാൻ ഇടയുണ്ട്. ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം നാളെ കഴിഞ്ഞ് കേരളം പോളിംഗ് ബൂത്തിലെത്തും. 140 നിയോജക മണ്ഡലങ്ങൾ, 2.5 കോടി വോട്ടർമാർ, 957 സ്ഥാനാർത്ഥികൾ. 3 ആഴ്ചയിലധികം നീണ്ടുനിന്ന പ്രചരണത്തിന്റെ ആവേശക്കാഴ്ചകൾ ഇന്ന് അവസാനിക്കും. ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം നാളെ കഴിഞ്ഞ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും. നക്സൽ ബാധിത മേഖലകളിൽ ഒഴികെ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ് വോട്ടെടുപ്പ്. കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിനാൽ കൊട്ടിക്കലാശത്തിന് അനുമതിയില്ല. എന്നിരുന്നാലും മണ്ഡല കേന്ദ്രങ്ങളിൽ ആവേശക്കാഴ്ചകൾ ഉയർത്തുന്ന പ്രചരണ സമാപനം ഉണ്ടായേക്കാം. ആൾക്കൂട്ടം കുറച്ച് മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ നടത്താനാണ് സാധ്യത. ബൈക്ക് റാലികൾക്ക് നേരത്തെ മുതൽ നിയന്ത്രണമുണ്ട്. പ്രചരണത്തിലെ അവസാന ദിവസമായ ഇന്നും വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും വ്യക്തികളെ നേരിൽ കാണാനും സ്ഥാനാർത്ഥികൾ സമയം ചിലവഴിക്കും. പരസ്യപ്രചരണത്തിന് സമയം അവസാനിച്ചാൽ മണ്ഡലത്തിലെ വോട്ടർമാരല്ലാത്തവർ പുറത്തു പോകണം. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ നടക്കും. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ മെയ് 2 വരെ 1 മാസം കാത്തിരിക്കണം കേരളത്തിന്റെ ജനവിധി അറിയാൻ. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. ഉൾപ്രദേശങ്ങളിൽ ഡ്രോൺ നിരീക്ഷണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 60,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി തിരിച്ചാണ് പോലീസ് വിന്യാസം. ഇന്നു മുതൽ കർശന പരിശോധന ആരംഭിക്കും. സംസ്ഥാനത്തെ 481 പോലീസ് സ്റ്റേഷനുകളെ 142 ഇലക്ഷൻ സബ് ഡിവിഷനുകളായി തിരിച്ചാണ് ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. 24,788 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരടക്കം 59,292 പോലീസ് ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കുന്നത്. ലോക്കൽ പോലീസിന് പുറമെ ക്രൈംബ്രാഞ്ച്, വിജിലൻസ്, റെയിൽവേ പോലീസ് ബറ്റാലിയനുകൾ, ട്രെയിനിംഗ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. 140 കമ്പനി കേന്ദ്രസേനയും കേരളത്തിലുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാനായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ 95 കമ്പനി പോലീസ് സേനയുമുണ്ട്. അതിർത്തി ജില്ലകളിലെ കള്ളക്കടത്ത്, മദ്യക്കടത്ത് എന്നിവ തടയുന്നതിനായി 152 സ്ഥലങ്ങളിൽ ബോർഡർ സീലിംഗ് ഡ്യൂട്ടിയും ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് വയനാട്ടിലെ NDA തെരഞ്ഞെടുപ്പ് റാലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 15 വർഷം അമേഠിയുടെ പ്രതിനിധിയായിരുന്ന രാഹുൽ ഗാന്ധി അവിടെ ഒന്നും ചെയ്യാതെയാണ് വയനാട്ടിലേക്ക് വന്നതെന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ ആവർത്തിച്ച അമിത്ഷാ ശബരിമല വിഷയവും ഉന്നയിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മീനങ്ങാടിയിൽ നടന്ന NDA തെരഞ്ഞെടുപ്പ് റാലിയിലാണ് സ്ഥലം MP കൂടിയായ രാഹുൽ ഗാന്ധിക്കെതിരെ അമിത്ഷാ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. 15 വർഷം അമേഠിയുടെ പ്രതിനിധിയായിരുന്ന രാഹുൽ ഗാന്ധി അവിടെ ഒന്നും ചെയ്യാതെയാണ് വയനാട്ടിലേക്ക് വന്നത്. ഇവിടേക്ക് വിനോദസഞ്ചാരിയെ പോലെയാണ് രാഹുൽ വരുന്നത്. രാഹുലിനും കോൺഗ്രസിനും ജനങ്ങൾ വെറും വോട്ട് ബാങ്ക് മാത്രമെന്നും അമിത്ഷാ. രാഹുൽ ബാബ 15 साल अमेठी के सांसद रहे. अमेठी की स्थिति तब तक नहीं सुधारी, बाद में अमेठी से वायनाड आए. मैंने राहुल बाबा जैसा टूरिस्ट पॉलिटिशियन नहीं देखा है. कहां अमेठी, कहां वायनाड, मगर वायनाड वालों यहाँ पर भी टूरिज्म करने के लिए ही आए हैं. वायनाड के विकास में कुछ नहीं होने वाला. കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബംഗാളിൽ ഒരുമിച്ചാണ്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൺഫ്യൂഷൻ എല്ലാം സിയിൽ തുടങ്ങുന്നു. ഇരു പാർട്ടികൾക്കും ഒന്നായി കോംറേഡ് കോൺഗ്രസ് പാർട്ടി ആവുകയാണ് നല്ലതെന്നും അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസ് और कम्युनिस्ट दोनों सी से शुरू होता है और कंफ्यूजन भी सी से शुरू होता है. ये दोनों पार्टियों की पॉलिसी में कंफ्यूजन है, नीयत में कंफ्यूजन है और लीडरशिप नेतृत्व में भी कंफ्यूजन है. ये दोनों कंफ्यूज पार्टी है, वो केरल का भला नहीं कर सकते. और ये दोनों पार्टियों ने मिल जाना चाहिए और नई पार्टी बनानी चाहिए. कॉमरेड कांग्रेस पार्टी बनानी चाहिए, तभी जाकर जनता को इनकी सच्चाई मालूम पड़ेगी. ഡോളർ എന്നതിന് പകരം സോളർ വെച്ചാൽ LDF UDF ആകുമെന്നും പരിഹാസം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയോട് വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചും അമിത്ഷാ രംഗത്തെത്തി. डॉलर स्कैम की जगह सोलर स्कैम आएगा, कोई फर्क नहीं पड़ेगा. और CPM के पास SDPI है तो कांग्रेस के पास मुस्लिम लीग है, कोई फर्क नहीं पड़ेगा.
കോഴിക്കോട് നോർത്ത് സൗത്ത് NDA സ്ഥാനാർത്ഥികൾക്കൊപ്പം കോഴിക്കോട് അമിത്ഷാ പങ്കെടുത്ത റോഡ് ഷോ BJP പ്രവർത്തകർക്ക് ആവേശമായി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ മാനാഞ്ചിറയിലാണ് സമാപിച്ചത്. നൂറുകണക്കിന് BJP പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നു. ന്യൂസ് 18 വയനാട് കോഴിക്കോട്. അവസാനഘട്ട പ്രചാരണത്തിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലും തിരുവനന്തപുരത്തും. രാവിലെ 8:30 കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഹെലികോപ്റ്ററിൽ വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. വെള്ളമുണ്ടയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രാഹുൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് കോഴിക്കോട് ഹെലികോപ്റ്ററിൽ എത്തുന്ന രാഹുൽ പുതിയ കടവിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. വൈകിട്ട് തിരുവനന്തപുരം പൂജപ്പുരയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലും രാഹുൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഇന്ന് അവസാനിക്കും. ബംഗാളിൽ മൂന്നാംഘട്ട വോട്ടെടുപ്പിന്റെ കൊട്ടിക്കലാശവും ഇന്നാണ്. മൂന്നാംഘട്ടത്തോടെ ബംഗാൾ ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയാകും. കേരളത്തിന് പുറമെ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ പരസ്യപ്രചാരണവും ഇന്ന് അവസാനിക്കും. DMK, AIADMK മുന്നണികൾ പ്രധാനമായും ഏറ്റുമുട്ടുന്ന തമിഴ്നാട്ടിൽ 234 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കും. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ BJPക്ക് വേണ്ടി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കും. 30 അംഗ പുതുച്ചേരി നിയമസഭയിൽ 9 സീറ്റിലാണ് BJP മത്സരിക്കുന്നത്. 21 സീറ്റിൽ സഖ്യകക്ഷികളായ NR കോൺഗ്രസ്, AIADMK സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് 15ഇടത്തും DMK 13 സീറ്റിലും VCKയും CPIയും ഓരോ സീറ്റിലുമാണ് മത്സരിക്കുന്നത്. 126 സീറ്റുകളുള്ള അസമിലെ 40 മണ്ഡലങ്ങളിലാണ് മൂന്നാംഘട്ട പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീഴുന്നത്. മറ്റന്നാൾ നടക്കുന്ന വോട്ടെടുപ്പോടെ 3 ഘട്ടമായി നടക്കുന്ന പോളിംഗ് പൂർത്തിയാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് BJPക്ക് വേണ്ടി ഇന്ന് 3 റാലികളെ അഭിസംബോധന ചെയ്യുന്നത്. 294 സീറ്റുകളുള്ള ബംഗാളിൽ 8 ഘട്ടമായാണ് വോട്ടെടുപ്പ് പൂർത്തിയാവുക. ആദ്യ 2 ഘട്ടങ്ങളിലെ വ്യാപക അക്രമ സംഭവങ്ങളെ തുടർന്ന് മൂന്നാം ഘട്ടത്തിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ലവ് ജിഹാദ് കേരളത്തിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അതീവ ഗുരുതരമായി ബാധിക്കുന്ന ഭീകരപ്രവർത്തനമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അത് ഭാവനയല്ല, യാഥാർത്ഥ്യമാണെന്നും കേരളത്തിലെ അനേകം ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും അവർ പറഞ്ഞു. BJP ഇത് പറഞ്ഞപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയമാണെന്ന് കുറ്റപ്പെടുത്തി. ഇപ്പോൾ ക്രൈസ്തവ സഭകൾ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന വേദനയാണ് തുറന്നു പറഞ്ഞതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. CNN ന്യൂസ് 18 പൊളിറ്റിക്കൽ എഡിറ്റർ മരിയ ഷക്കീലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ധനമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. Christian community in Kerala and also the Hindu community have all faced this unspoken, undefined terror, if I can call it, wherein it is very difficult to palpably describe it, and it can be only rejected the moment you describe it, saying, oh my God, you don't imagine such things. The fault of the girl was nothing but to have to trust somebody and say fall in love with someone who she would want to marry. End of the day, she's deserted and she realizes she's been trapped. So if in India the word love jihad is coined, it may not be sounding all that politically correct, but the Christian community in Kerala is speaking out. If you would say that the BJP is speaking out or our ideological family saying it, you would say it is an extreme right-wing politics. But no, there is a real decades suffered problem, lived problem, in which very many families have lost their girl children to these kind of forces. ശബരിമല വിഷയത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണ് പരിഷ്കരണവാദികളെന്ന് നടിക്കുന്നവർക്ക് കടുംപിടുത്തം. ആചാരങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നവയല്ല. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് ഏറ്റവും മാന്യമായ പരിഗണനയാണ് നൽകുന്നത്. ശബരിമലയുടെ പേരിൽ നടന്നതെല്ലാം കാപട്യമായിരുന്നുവെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. The fact remains that a cultural issue in which the courage of the so-called self-appointed liberals only extends to anything that which is Hindu-related cultural issue, on which they would speak of equality, bringing in women, drawing women's attention, giving equal rights to women. There is no denial of rights for
Hindu women as regards Sabarimala. There is another place even within Kerala in which temple the chief priestess is a lady and the men are not allowed there. These are common practices of some regions that has to be respected. But the self-appointed liberals as regards Sabarimala happily pounced on this opportunity because it's the Hindu, believers whose issue it was. None of us have a problem. My grandparents have gone. My elders in my family have waited till they attained that age so that they could go, and after that they've gone and taken the darshan of Swami Ayyappa. I don't think that's a denial of right. ഈ ശ്രീധരനെ പോലെയുള്ളവർ ബിജെപിയിലേക്ക് വന്നു എന്നതാണ് ബിജെപിയുടെ വിശ്വാസ്യതയുടെ തെളിവെന്ന് നിർമ്മലാ സീതാരാമൻ. രാജ്യത്തെ സുദീർഘമായി സേവിച്ചയാൾ തെരഞ്ഞെടുത്ത പാർട്ടി ബിജെപിയാണ്. പ്രൊഫഷണലുകൾ രാജ്യത്ത് വിശ്വാസം കണ്ടെത്തുന്നതും ബിജെപിയിലാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്തി പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കുമെന്നും ധനമന്ത്രി ന്യൂസ് 18 പറഞ്ഞു. If professionals with high credibility, having served the nation all these years impeccably, choose to join BJP, isn't there a message that BJP is that party which respects professionals, which brings in people with good service mentality? And therefore I want you to understand and appreciate the fact that Sridharan chose to come to BJP. പാലായിൽ ജോസ് കെ മാണി പണം നൽകി വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന UDF. പരാജയ ഭീതി കൊണ്ടാണ് UDF ആരോപണമെന്ന ജോസ് കെ മാണി. കൊട്ടിക്കലാശം ഒഴിവാക്കിയ പണം കൊണ്ട് ഒരാൾക്ക് വീട് വെച്ച് നൽകുമെന്നും മാണി സി കാപ്പൻ. ലവ് ജിഹാദ് വിഷയം മണ്ഡലത്തിൽ വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് പണം നൽകി വോട്ട് നേടാൻ ജോസ് കെ മാണി ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി UDF രംഗത്തെത്തിയത്. പരാജയ ഭീതിയാണ് ജോസ് കെ മാണിക്കെന്ന് ജില്ലാ UDF നേതൃത്വം ആരോപിച്ചു. എന്ത് വില കൊടുത്ത് ജീവിക്കും, എന്ത് വില കൊടുത്ത് ജീവിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് അന്യായം പറയുന്നത് പരാജയം ഉറപ്പായപ്പോൾ അദ്ദേഹത്തിന് അന്യായം പറയുന്നത് 500 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് വിലയുണ്ടെങ്കിൽ ഞങ്ങൾ പാലയിൽ ജീവിക്കുന്നതാണ് പറയുന്നത്. കല്ലൂർ പറഞ്ഞ ഭാവമാണ്. അതേസമയം പാലയിലെ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് UDFന്റെ ആരോപണമെന്ന് ജോസ് കെ മാണി തിരിച്ചടിച്ചു. എന്നോട് ചോദിക്കുന്നത് ഈ പറഞ്ഞ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഉണ്ടോ ഇല്ലയോ, ഒരു സംശയമുണ്ട്. ഞാൻ ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലെന്നും പറഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ ആ സംശയം പരിശോധിക്കട്ടെ, അത്രയേ ഉള്ളൂ. കുട്ടിക്കലാശം ഒഴിവാക്കുന്നതായി നേരത്തെ തന്നെ മാണി സി കാപ്പൻ വ്യക്തമാക്കിയിരുന്നു. ഈ പണം കൊണ്ട് പാവങ്ങളെ സഹായിക്കാനാണ് തീരുമാനം. ഞാൻ നേരത്തെ അനൗൺസ് ചെയ്താണല്ലോ, ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്തതിന് 3 ദിവസം ഞങ്ങൾ പ്രഖ്യാപിച്ച കുട്ടിക്കലാശമില്ല. ആ കാശ് ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കും. പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന പാലായിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പ്രസക്തിയേറെയാണ്. വരുന്ന മണിക്കൂറുകളിലും പാലയിലെ പോരാട്ടത്തിന് വീറും വാശിയും കൂട്ടാനാണ് 3 മുന്നണികളുടെയും തീരുമാനം. ന്യൂസ് 18 പാല. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ ജയശങ്കറിന്റെ റോഡ് ഷോയ്ക്കിടെ സംഘർഷം. 2 സ്ത്രീകളടക്കം 3 പേർക്ക് പരിക്കേറ്റു. ചിറക്കലിലെ കല്യാണ മണ്ഡപത്തിൽ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയവരെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്ന് CPM നേതൃത്വം പറയുന്നു. എന്നാൽ കല്യാണ മണ്ഡപത്തിന് സമീപത്തു നിന്നും റോഡ് ഷോയ്ക്ക് നേരെ CPM പ്രവർത്തകർ കല്ലെറിയുകയായിരുന്നുവെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. സംഭവം അറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി. വിവാഹം നടക്കുന്ന ഹാളിലേക്ക് വാഹനം പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് തർക്കത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. മന്ത്രിയും LDF സ്ഥാനാർത്ഥിയുമായ AC മൊയ്തീൻ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. UDF സ്ഥാനാർത്ഥി ജയശങ്കർ കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. പാലക്കാട് NDA സ്ഥാനാർത്ഥി E. ശ്രീധരന് വോട്ട് അഭ്യർത്ഥിച്ച് സംഘടിപ്പിച്ച വനിതാ റാലി ആവേശമായി. ആയിരക്കണക്കിന് വനിതകൾ അണിനിരന്ന റാലിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയൻ നേതൃത്വം നൽകി. പാലക്കാട് അട്ടിമറി വിജയം ഉറപ്പാണെന്ന് റാലിയിൽ പങ്കെടുത്ത E. ശ്രീധരനും പറഞ്ഞു. പാലക്കാട് NDA ക്യാമ്പിനെ ആവേശകരമാക്കിയിട്ടുള്ള ഒരു മഹാറാലിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും കോട്ട മൈതാനത്തേക്കാണ് ഈ റാലി നടക്കുന്നത്. 3 ബുള്ളറ്റുകളിലായി BJPയുടെ NDAയുടെ വനിതാ നേതാക്കൾ ഈ റാലിക്ക് നേതൃത്വം നൽകുന്നു. പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ കൂടിയായ പ്രിയ അജയനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. വലിയ ആവേശമാണല്ലോ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു എല്ലാം കാണുന്നത്? ശ്രീധരൻ സാർ ജയിക്കും തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. തീർച്ചയായും അദ്ദേഹം ഇവിടുത്തെ MLA ആയി തെരഞ്ഞെടുക്കപ്പെടും എന്നതിൽ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്.
നഗരസഭാ ചെയർപേഴ്സൺ കൂടിയാണ്. ബുള്ളറ്റിലൊക്കെ സാധാരണ യാത്ര ചെയ്യാറുണ്ടോ? എങ്ങനെയാണ്? ബുള്ളറ്റിനോട് ഇഷ്ടമുള്ളതാണ്. എന്നാലും ശ്രീധരൻ സാറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രചരണം ആക്കിയത്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് വനിതാ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ NDAയുടെ മറ്റു പ്രവർത്തകരെല്ലാം തന്നെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. ഇത് കോട്ടമൈതാനം വരെ, വിക്ടോറിയ കോളേജ് പരിസരം മുതൽ കോട്ടമൈതാനം വരെയാണ് ഇത്തരത്തിലൊരു മഹാറാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ ആവേശകരമായ ഒരു മഹാറാലിയാണ് ഇപ്പോൾ പാലക്കാട് നഗരത്തിലൂടെ കടന്നുപോകുന്നത്. NDA സ്ഥാനാർത്ഥി E. ശ്രീധരൻ ഇപ്പോൾ പാലക്കാട് ഈ റാലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. സാർ, നമ്മൾ പ്രചാരണത്തിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസം വലുതാണ്? വലിയ ആത്മവിശ്വാസമുണ്ട്. ജയിക്കുന്ന സംശയമില്ല. സാർ, ഇവിടെ വന്നിറങ്ങിയ സമയത്ത് അത് കഴിഞ്ഞപ്പോൾ പ്രചരണം അവസാനിക്കാറാകുമ്പോൾ എത്തുമ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ ഏതെല്ലാം തരത്തിലാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട്? ഇവിടെ വന്നപ്പോൾ 50% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 98%, 100% വിജയം ഉറപ്പിച്ചു. തീർച്ചയായിട്ടും. അത് പാലക്കാട് മാത്രമാണ് കൂടുതൽ സീറ്റുകൾ നേടുമോ? എന്താണ്? തീർച്ചയായിട്ടും BJP വളരെ സീറ്റുകൾ ഇപ്രാവശ്യം. വലിയ ആവേശത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി. തീർച്ചയായും വിജയം ഉറപ്പിച്ചു എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഇവിടെ വന്നിറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ പ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിലാകുമ്പോൾ 100% വിജയം ഉറപ്പിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പാലക്കാട് പ്രചരണം അവസാനിക്കുമ്പോൾ NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ മണ്ഡലത്തിൽ വിജയം ഉറപ്പെന്ന് തന്നെ NDA നേതാക്കൾ പറയുന്നു. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. കേരളത്തിൽ BJPക്ക് ഇത്തവണ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന് ക്രിക്കറ്റ് താരം S. ശ്രീശാന്ത്. ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കി ശക്തമായ പ്രചാരണം നടത്തുന്നത് BJPക്ക് ഗുണം ചെയ്യും. ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും ശ്രീശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞു. നേമത്തെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ പ്രചാരണാർത്ഥം എത്തിയപ്പോഴായിരുന്നു ശ്രീശാന്തിന്റെ പ്രതികരണം. ക്രിക്കറ്റ് താരം S. ശ്രീശാന്ത് ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണ BJPക്കായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നു, ഇത്തവണ പ്രചരണ രംഗത്താണ്. എങ്ങനെ കാണുന്നു ഇത്? വളരെയധികം സന്തോഷമുണ്ട്. കുമ്മനം സാർ ഇന്നലെ വിളിച്ചിരുന്നു. അത് മാത്രമല്ല, റൺ ഫോർ കുമ്മനം അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അത് മാത്രമല്ല, ഇങ്ങനെ നല്ലൊരു പാർട്ടിയാണ്. നല്ല കുറേ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ആ ഡെവലപ്മെൻറ്റ്സിൽ ഈ ഒരു പാർട്ടിയുടെ വീണ്ടും ഒരു അംഗമായി ഇപ്പോൾ തന്നെ എനർജി എനിക്ക് കൊണ്ട് ചൂടൊന്നും വകവയ്ക്കാണ്ട് ഇത്രയും പ്രവർത്തനം ചെയ്യുന്നു. പിന്നെ കൊറോണ ആണെങ്കിലും എനിക്ക് കൊണ്ട് കുറേ ഇനിഷ്യേറ്റീവ്സ്, കുറേ കാര്യങ്ങൾ ചെയ്യണം. അതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് എന്താ പറയണേ, സ്വന്തം നാടിനെ നന്നാക്കാനും നാടിൻ്റെ നല്ലൊരു ഭരണം വരാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം എനിത്തിങ് ഫോർ ഗുഡ്. കഴിഞ്ഞ തവണ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ BJPയുടെ വോട്ട് വീതം വലിയ തോതിൽ കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ എങ്ങനെയാണ്? BJP ജയിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും എൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ തവണ നമുക്ക് ഒരു സീറ്റ് കിട്ടി, അതിലും കൂടുതൽ സീറ്റ് കൂടെ കിട്ടണം. അത് മാത്രമല്ല, സീറ്റിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രവർത്തന രീതിയിൽ ഇപ്പം കുമ്മനം സാറുണ്ട്, നിയമത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കുമ്മനം സാറിൻ്റെ വിജയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് ഒരു സീറ്റിനേക്കാളും കൂടുതൽ കഴിഞ്ഞ തവണത്തേക്കാളും നല്ല നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്ക് കിട്ടിയ എത്രയോ വോട്ടാണെങ്കിലും അത് പാർട്ടിക്ക് കിട്ടിയ വോട്ടാണ് എന്നെക്കാളും കൂടുതൽ. ആ പാർട്ടിയോടുള്ള സ്നേഹം കിട്ടിയ വോട്ടുണ്ട്. ആ വോട്ടുകളെല്ലാം ഈ തവണയും ഒരിക്കലും വേറെ ആർക്കും പോകരുത്, നമുക്ക് തന്നെ പാർട്ടിക്ക് തന്നെ കൊടുക്കണമെന്ന് അഭ്യർത്ഥന. സജീവ രാഷ്ട്രീയം, അതിനെക്കുറിച്ച് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ടോ? എപ്പോഴാണ് സജീവമാവുന്നതിന്? എന്തായാലും 2023 വരെ ക്രിക്കറ്റ് ആയിരിക്കും. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്താലും ലീഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ 2020 ശേഷം 2024 അടുത്ത ഇലക്ഷൻ. അപ്പം നോക്കട്ടെ, എന്ത് പാർട്ടി തീരുമാനിക്കുന്നു അതുപോലെ ആയിരിക്കും. ഇത്തവണ എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീശാന്ത് വ്യക്തിപരമായിട്ട്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തേക്കാളും എത്രയോ ബെറ്റർ ആവും എന്ന് ഉറപ്പാണ്. എല്ലാവരും പറയുന്നു 6-7, അതിലും ഇമ്പ്രൂവ് ആവട്ടെ. എല്ലാവരും ഇപ്പോൾ ഭരിക്കുന്ന, ഞാൻ ആരെയും എതിരും പറയുന്നില്ല, കൂടാൻ നിൽക്കുന്നില്ല. ഇത്രേ പറയാനുള്ളൂ. പല കാര്യങ്ങളും ഇവിടെ നടന്നു പോയി, അതാരും മറക്കരുത്. കൂടുതൽ ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കിയാണ് ഇത്തവണ BJPയുടെ ശക്തമായ പ്രചരണം. അപ്പോൾ ഇത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? ഗുണം ചെയ്യുന്ന ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ അത് സമയമെടുക്കുമായിരിക്കും, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ മുമ്പിൽ വരും, ഉറപ്പാണ്. തൻ്റെ ക്രിക്കറ്റ് കരിയർ അത് വിരമിച്ച ശേഷം സജീവ രാഷ്ട്രീയത്തെക്കുറിച്ച് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ R. പ്രിയനൊപ്പം SS ശരൺ, ന്യൂസ് 18. പാർട്ടി നേതാക്കൾ തന്നെ മാനസികമായി പീഡിപ്പിച്ചതിനാലാണ് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയതെന്ന ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി അനന്യകുമാരി അലക്സ്. വേങ്ങര മണ്ഡലത്തിലെ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു അനന്യ. ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി തട്ടിക്കൂട്ട് പാർട്ടിയാണെന്നും അനന്യ ആരോപിച്ചു.
ഒരു സ്ഥാനാർത്ഥി നിലയിൽ വളരെ അൺകംഫർട്ടബിൾ ആയ സമയത്ത്, ഔദ്യോഗികമായി തന്നെ വളരെ അൺകംഫർട്ടബിൾ ആയ സമയത്ത് എനിക്കിൽ നിന്നും പിന്മാറണം, ഞാൻ പോവുകയാണ് എന്ന് മാന്യമായി പറയുമ്പോൾ നീ ഇന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം തകർക്കുമെന്നും നിൻ്റെ കരിയർ നശിപ്പിക്കുമെന്നും മുന്നോട്ട് അടിച്ച് ചപ്രയാക്കുമെന്നും കൊന്നുകളയുമെന്നൊക്കെ ഭീഷണി മുഴക്കുക. സോ ഇത്തരം ആൾക്കാരുമായി ഇത്തരം രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ നാട്ടുകാർക്ക് എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏക ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയായിരുന്നു അനന്യ. ട്രാൻസ്ജെൻഡറുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഈ പാർട്ടിയിലൂടെ അത് സാധ്യമാകില്ല എന്ന് ബോധ്യമായതായി അനന്യ പറയുന്നു. തന്നെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് പലരിൽ നിന്നും ഉണ്ടായത്. എന്നെ ഇത്രയും അപവാദങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ ഇത്രയും ഇറിറ്റേറ്റ് ചെയ്യുന്നത്, മെൻ്റലി വെർബലി ഫിസിക്കലി ഹറാസ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് TG നന്ദകുമാർ എന്ന ദല്ലാൽ നന്ദകുമാറാണ്. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്ന വേങ്ങര മണ്ഡലം മത്സരത്തിനായി തിരഞ്ഞെടുത്തത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും അനന്യ പറഞ്ഞു. കൊല്ലം പെരുമൺ സ്വദേശിയായ അനന്യ മേക്കപ്പ് ആർട്ടിസ്റ്റും വാർത്താവതാരകയും കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കിയും കൂടിയാണ്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി 3 ചെയിൻ മേഖലയിൽ ജനങ്ങൾക്ക് പട്ടയം ഇതുവരെ ലഭിക്കാത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമാണ്. പട്ടയം ലഭിക്കാത്തത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഒരു വിഭാഗം വ്യക്തമാക്കുമ്പോൾ അധികാരത്തിലെത്തിയാൽ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നതാണ് LDFന്റെ വാഗ്ദാനം. ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ, കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ എന്നീ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന 3 ചെയിൻ മേഖലയുടെ നിരന്തരാവശ്യമാണ് പട്ടയം. ഇരട്ടയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ LDF സർക്കാർ പട്ടയം നൽകിയെങ്കിലും 3 ചെയിൻ മേഖലയ്ക്ക് ലഭിച്ചില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലും 3 ചെയിൻ മേഖലക്കാരുടെ പ്രധാന ആവശ്യമായിരുന്നു പട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പട്ടയം നൽകുമെന്ന് ജനപ്രതിനിധികളടക്കം ഉറപ്പു നൽകിയെങ്കിലും ഇത് പാലിക്കപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ഒരു വിഭാഗം ജനങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ 3 ചെയിൻ 10 ചെയിൻ മേഖലയിലുള്ള ജനങ്ങളെല്ലാവരും കൂടെ ഇതിനെതിരെ പഞ്ചദിന നിൽപ്പ് സമരങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും ഞങ്ങൾക്ക് ഉറപ്പ് തന്നാണ് ഈ നിയമസഭാ ഇലക്ഷൻ ആയതുകൊണ്ട് പട്ടയം തരാം എന്ന്. പക്ഷേ ഇതുവരെ യാതൊരു നടപടികളും ആയിട്ടില്ല. പട്ടയം നൽകുന്നതിൽ വൈദ്യുതി വകുപ്പാണ് എതിർപ്പുയർത്തുന്നത്. ഇത് പരിഹരിക്കപ്പെട്ടതായും തുടർഭരണമുണ്ടായാൽ വേഗത്തിൽ പട്ടയം നൽകുമെന്നും LDF ഉറപ്പു നൽകുന്നു. ഇവിടെ എല്ലാം ഒരു ചരിത്രത്തിൽ പട്ടയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇവിടെ എല്ലാം ഈ ഗവൺമെൻറ് പട്ടയം കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവശേഷിക്കുന്ന അയ്യപ്പൻകോവിൽ ഉപ്പുതറ, കാഞ്ചിയാർ പഞ്ചായത്തിലെ 3 ചെയിൻ മേഖലയിലൂടെ പട്ടയം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. പട്ടയ പ്രശ്നം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കിയിരിക്കുകയാണ് UDFും NDAയും. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക LDF നേതൃത്വത്തിനുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. യേശുദേവന്റെ ഉയർപ്പിനെ അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് പള്ളികളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. മഹാമാരി അതിജീവിച്ച് ലോകം ഉയർത്തെഴുന്നേൽക്കുമെന്ന ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. കോവിഡ് പശ്ചാത്തലത്തിൽ വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ 200-ൽ താഴെ പേർ മാത്രമാണ് പങ്കെടുത്തത്. രാത്രി 10-ന് ശേഷം ഇറ്റലിയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ പതിവിലും 2 മണിക്കൂർ നേരത്തെയായിരുന്നു ഇക്കുറി ചടങ്ങുകൾ. കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷവും ചടങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനത്തിൽ ഗ്രീഷ്മ എത്തും. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്